Hello students, first semester BSc Mathematics. First module ആണ് Logic. അതിന്റെ ഫസ്റ്റ് സെക്ഷന്റെ രണ്ട് വീഡിയോസ് നമ്മൾ കണ്ടു. അടുത്ത സെക്കൻഡ് സെക്ഷൻ ആണ് സെക്ഷൻ 1.2 പ്രൊപ്പോസിഷണൽ ഇക്വലൻസസ്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പ്രൊപ്പോസിഷൻ എന്താണെന്ന് കണ്ടു, കണക്റ്റീവ്സ് കണ്ടു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്റ്റീവ്സ്, ആൻഡ്, ഓർ, എക്സ്ക്ലൂസീവ് ഓർ, നെഗേഷന്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. പിന്നെ നമ്മൾ ലോജിക്കൽ പസിൽസ്, പിന്നെ നമ്മൾ ബിറ്റ്, അതായത് 0-1 ഉപയോഗിച്ച് ചെയ്യുന്നതും ഒക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ സെക്കൻഡ് സെക്ഷൻ പ്രൊപ്പോസിഷണൽ ഇക്വലൻസ്. ഇവിടെ ആദ്യമേ 3 ഡെഫിനിഷൻ ആണ്: ടോട്ടോളജി, കോൺട്രഡിക്ഷൻ, കണ്ടിൻജൻസി. എന്ന് വെച്ചാൽ ടോട്ടോളജി എന്ന് വെച്ചാൽ എപ്പോഴും ട്രൂ ആയിട്ടുള്ളത്, കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ഫോൾസ് ആയിട്ടുള്ളത്, കണ്ടിൻജൻസി എന്ന് വെച്ചാൽ ടോട്ടോളജിയും അല്ല കോൺട്രഡിക്ഷനും അല്ല, എന്ന് വെച്ചാൽ എപ്പോഴും ട്രൂ അല്ല എപ്പോഴും ഫോൾസ് അല്ല. അതിന്റെ അർത്ഥം എന്തുവാ? ട്രൂവും ഫോൾസും മാറി മാറി വരാം. അപ്പൊ എന്നാന്ന് നോക്കാം. ടോട്ടോളജി: എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ഓൾവേസ് ട്രൂ. അതിന്റെ കൂടെ ഒരു കാര്യം പറയുന്നു: നോ മാറ്റേഴ്സ് വാട്ട് ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് ദ പ്രൊപ്പോസിഷൻസ് ദാറ്റ് ഒക്കർ ഇൻ ഇറ്റ് ഈസ് കോൾഡ് എ ടോട്ടോളജി. എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും, പക്ഷെ എന്താ, അതിനകത്തുള്ള പ്രൊപ്പോസിഷൻസിന്റെ ട്രൂത്ത് വാല്യൂസ് ട്രൂ ഓ ഫോൾസോ ആകാം. പക്ഷേ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ വാല്യൂ എപ്പോഴും ട്രൂ ആയിരിക്കണം. ഓൾവേസ് ട്രൂ ആണെങ്കിൽ നമ്മൾ അതിനെ ടോട്ടോളജി എന്ന് വിളിക്കുന്നു. കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ ഇതേ ഡെഫിനേഷൻ തന്നെ ഓൾവേസ് ഫോൾസ് ആവും. കണ്ടിൻജൻസി എന്ന് വെച്ചാൽ എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് നൈദർ എ ടോട്ടോളജി നോർ എ കോൺട്രഡിക്ഷൻ ഈസ് കോൾഡ് എ കണ്ടിൻജൻസി. അപ്പൊ ഈ ടോട്ടോളജിയും കോൺട്രഡിക്ഷനും കണ്ടിൻജൻസി എന്ന് വെച്ചാൽ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആണ്. എപ്പോഴും ട്രൂ ആകുമ്പോൾ ടോട്ടോളജി എന്ന് വിളിക്കും, എപ്പോഴും ഫോൾസ് ആണെങ്കിൽ കോൺട്രഡിക്ഷൻ എന്ന് വിളിക്കും. ട്രൂവും ഫോൾസും മാറി മാറി വരുവാണെങ്കിൽ കണ്ടിൻജൻസി എന്ന് പറയും. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. പി ഓർ നെഗേഷൻ പി ഈസ് എ ടോട്ടോളജി. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ വഴി നമുക്ക് നോക്കാം. പി ട്രൂ ഓർ ഫോൾസ്, നെഗേഷൻ പി ട്രൂ ആകുമ്പോൾ ഫോൾസ്, ഫോൾസ് ആകുമ്പോൾ ട്രൂ. അപ്പൊ പി ഓർ നെഗേഷൻ പി, ഓർ ആകുമ്പോൾ എന്താ, ഒരെണ്ണം ട്രൂ ആയാൽ മതി. അപ്പൊ ഇത് ട്രൂ, ഇവിടെ ട്രൂ എന്നാണ്, ഇതും ട്രൂ. അപ്പൊ ഈ കോളം മൊത്തത്തിൽ നോക്കി ട്രൂ അല്ലേ? അപ്പൊ മൊത്തത്തിൽ ട്രൂ ആയതുകൊണ്ട് ടോട്ടോളജി. പക്ഷെ ആൻഡ് ആകുമ്പോ എന്താണ്, ആൻഡ് ആകുമ്പോ രണ്ട് ട്രൂ ആയാലേ പറ്റത്തുള്ളൂ. ഇവിടെ ഫോൾസ് ഫോൾസ്, അപ്പൊ മൊത്തത്തിൽ ഫോൾസ്, അതുകൊണ്ട് അത് കോൺട്രഡിക്ഷൻ ആണ്. ഇനി ഡിമോർഗൻസ് ലോ, നമ്മൾ സെറ്റിന്റെ കേസിൽ ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? എ ഇന്റർസെക്ഷൻ ബി the whole complement is equal to, എന്താ പഠിച്ചേ? എ കോംപ്ലിമെന്റ് യൂണിയന് ബി കോംപ്ലിമെന്റ്. തിരിച്ച് നമ്മൾ പഠിച്ചു, യൂണിയൻ ആകുമ്പോ ഇന്റർസെക്ഷൻ വരുന്ന രീതി. അപ്പൊ ആ രീതിയിലൊന്ന് നോക്കാം. ഇതിന്റെ കോംപ്ലിമെന്റ്, അതായത് നോക്കി, പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ പിയുടെ നെഗേഷൻ ഓർ ക്യൂവിന്റെ നെഗേഷൻ. ഇത് ഈക്വൽ എന്നല്ല, ഇക്വലന്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ടോട്ടോളജി ആണോ കോൺട്രഡിക്ഷൻ ആണോ കണ്ടിൻജൻസി ആണോ കാണിക്കാൻ 3 ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ, ട്രൂത്ത് ടേബിൾ വഴി. അപ്പൊ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എന്താ, പി വരയും, ക്യൂ എഴുതും, പിന്നെന്താ, പി ഇംപ്ലൈസ് ക്യൂ ഒരു ടേബിള്, നെഗേഷൻ പി ഒരു ടേബിള്, നെഗേഷൻ പി ഓർ ക്യൂ ഒരു ടേബിള്, പിന്നെ ഇത് രണ്ടും കൂടെ വരും. അപ്പൊ അതിനകത്ത് എല്ലാം ട്രൂ വരുവാണെങ്കിൽ ടോട്ടോളജി ആണ്, എല്ലാം ഫോൾസ് വരുവാണെങ്കിൽ കോൺട്രഡിക്ഷൻ ആണ്, കമ്പൈൻ ചെയ്ത് വരുവാണെങ്കിൽ കണ്ടിൻജൻസി ആണ്. അങ്ങനെ ചെയ്യാനുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചത്. ലോജിക്കൽ ഇക്വലൻസ്: കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ ആർ ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ടോട്ടോളജി ആകുമ്പോൾ, അതായത് പിയുടെയും ക്യൂവിന്റെയും ട്രൂത്ത് ടേബിൾ ഐഡന്റിക്കൽ ആകുമ്പോൾ നമ്മൾ ലോജിക്കൽ ഇക്വലന്റിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഈ രണ്ട് രീതിയിൽ. അപ്പൊ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആർ ലോജിക്കലി equivalent.
അപ്പൊ നോക്കി എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ ട്രൂത്ത് ടേബിൾ പി ക്യൂ നെഗേഷൻ പി നെഗേഷൻ ക്യൂ, പിന്നെ ഇത് പി ഓർ ക്യൂ, പിന്നെ എന്താ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ, പിന്നെ ഇത്. എന്നിട്ട് ഓക്കെ നമുക്ക് ഇതും ഇതുവാ വേണ്ടേ, അതിലെ ഫോൾസ് 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 ട്രൂ ആൻഡ് ട്രൂ. അപ്പൊ ഈ കോളം ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഈ ഹെഡിങ്ങിലുള്ളത് ഈ ഹെഡിങ്ങിലുള്ളത് ലോജിക്കലി ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ ട്രൂത്ത് ടേബിൾ വഴി അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ, അതുവഴി ചെയ്യാൻ 2 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്താൽ മതി, സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് n പ്രൊപ്പോസിഷൻ വേരിയബിൾ ആണെങ്കിൽ 2n റോസ് കാണുമെന്ന്. ഇവിടെ നോക്കി പിയും ക്യൂ 2 എണ്ണം ഉണ്ടായത് 2 സ്ക്വയർ 4 റോ ഉണ്ട്. പിയും ക്യൂ 6 വന്നാൽ എന്ത് 2 ക്യൂബ് 8 എണ്ണം വരും. നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്. അപ്പൊ n ആണെങ്കിൽ 2n റോസ് കാണും. ഇനി ഡിസ്ട്രിബ്യൂഷനിലോ ഇതാണ് പി ഓർ ക്യൂ ആൻഡ് ആർ, പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. അത് ലോജിക്കൽ ഇക്വലന്റ് ആണെന്ന് കാണിക്കാം. ഇതേപോലെ 8 എണ്ണം വരുന്നത്. അപ്പൊ 3 എണ്ണം വരുമ്പോൾ 2�3 8 റോസ് വരുന്നത്. അപ്പൊ പി എ ക്യൂ ആർ ഇങ്ങനെ എഴുതി ഓക്കെ. ഇതുമായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പൊ അവിടുത്തെ മെമ്പേഴ്സ് നോക്കിയേ, ഇതും ഒരേപോലെ വന്നു. അപ്പൊ ഐഡന്റിക്കൽ ആയതുകൊണ്ട് കോളംസ് ഹെഡഡ് ബൈ ദിസ് ആൻഡ് ദിസ് ആർ ഐഡന്റിക്കൽ, അതുകൊണ്ട് ഇങ്ങനെ പറയാം. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ലോജിക്കൽ ഇക്വലൻസസ് ആണ്, ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പ്രധാനമായിട്ടും ഈ ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അത് ഓർത്ത് വെക്കണം. Some logical equivalences. P or Q logically equivalent to negation P or Q. Logically equivalent to negation Q implies negation P. P or Q logically equivalent to negation P implies Q. P and Q logically equivalent to negation of P implies negation Q. അങ്ങനെ ഈ 10 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, അത് പഠിക്കണം. പ്രധാനമായിട്ടും ഒന്നാമത്തെയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു റിസൾട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇതിനകത്ത് ലോസ് ഉണ്ട്, ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. 10 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ സെറ്റിനകത്ത് ലോസ് പഠിച്ചിട്ടുണ്ട്. ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്, അബ്സോർപ്ഷൻ ലോയെ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഐഡംപൊട്ടന്റ് ലോ, അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ട്. സെറ്റിനകത്ത് അത് കമ്പയർ ചെയ്ത് പഠിക്കണം. അതായത് പിയുടെ സ്ഥാനത്ത് എ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് ഓർക്കുക, ക്യൂവിന്റെ സ്ഥാനത്ത് ബി എന്ന് പറഞ്ഞ സെറ്റ് ഓർക്കുക. ആൻഡിന്റെ അവിടെ ആൻഡിന്റെ സിമ്പിൾ, അപ്പം ഇന്റർസെക്ഷൻ. ഓർ ആകുമ്പോൾ യൂണിയൻ എന്ന് ഓർക്കുക. ഇനി ട്രൂ എന്ന് വെച്ചാല് മൊത്തത്തിൽ ശരി, അതായത് യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് ഓർക്കുക. യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് ഓർക്കുക. ഫോൾസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ എം ഡി സെറ്റ് എന്ന് ഓർക്കുക. എന്നിട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആണ്. അപ്പൊ ഐഡന്റിറ്റി ലോസ് പി ആൻഡ് ട്രൂ അത് പി ആണ്, പി ഓർ ഫോൾസ് പി ആണ്. അതാണ് ഐഡന്റിറ്റി ലോസ്. ഐഡന്റിറ്റി ലോ കണ്ടോ, പി വരുമ്പോ പി തന്നെ കിട്ടുന്ന എന്തോ ട്രൂമായിട്ട് ആൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസുമായിട്ട് ഓർ ചെയ്യും. അപ്പൊ നമുക്ക് ആ ഇത് തന്നെ കിട്ടും. ഇനി ഡോമിനേഷൻ ലോ എന്ന് വെച്ചാൽ എന്തോ ഡോമിനേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ട്രൂവും ഫോൾസും ഡോമിനേറ്റ് ചെയ്തിരിക്കണം. അപ്പം പി ഓർ ട്രൂ ആവുമ്പോൾ ട്രൂ, പി ആൻഡ് ഫോൾസ് ആകുമ്പോൾ ഫോൾസ്. ഐഡംപൊട്ടന്റ് ലോ, അവിടെ സെറ്റിനകത്ത് എ യൂണിയൻ എ എന്ന് പറയുന്ന എയും എ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്ന എയും, അതേപോലെ തന്നെ പി ഓർ പി പി ആൻഡ് പിയും പി. ഡബിൾ നെഗേഷൻ ലോ, നമ്മൾ അവിടെ ഡബിൾ കോംപ്ലിമെന്റ് ലോ, അതായത് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എ എന്ന് പറയുന്നതിന്റെ മുട്ട് നെഗേഷൻ ഓഫ് നെഗേഷൻ പി പി ആണ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ, പി ഓർ ക്യൂവും ക്യൂ ഓർ പിയും, പി ആൻഡ് ക്യൂവും ക്യൂ ആൻഡ് പിയും സെയിം ആണ്. ഇനി അസോസിയേറ്റീവ് ലോ 3 എണ്ണം വരുന്നത്, എല്ലാ ആൻഡും നമ്മുടെ യൂണിയനും ഇന്റർസെക്ഷൻ വെച്ച് പഠിച്ചാൽ സിമ്പിൾ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതേപോലെ തന്നെ ഡിമോർഗൻസ് ലോ മുമ്പേ പറഞ്ഞ അബ്സോർപ്ഷൻ ലോ. അപ്പൊ എന്തോ പി ഓർ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പി ആൻഡ് പി ഓർ ക്യൂ എന്ന് പറയുന്നത് പി. നെഗേഷൻ ലോ, പിയും നെഗേഷൻ പിയും ഓർ ചെയ്യുമ്പോൾ ട്രൂ, ആൻഡ് ചെയ്യുമ്പോൾ ഫോൾസ്. അപ്പൊ ഇതിലെ
ഓരോന്നും നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ 3-4 ക്വസ്റ്റ്യൻ 3 ട്രൈ ചെയ്യണം. പ്രധാനപ്പെട്ട അബ്സോർഷൻ ലോയ്, ഡിമോർഗൻസ് ലോയ്, അങ്ങനെ കുറച്ച് 2-3 ട്രൂത്ത് ടേബിൾ വഴി ചെയ്യാൻ നോക്കണം. ഇനി നമ്മുടെ ഡിമോർഗൻസ് ലോയുടെ എക്സ്റ്റൻഷൻ, അതായത് 2 പറഞ്ഞത് ഡിമോർഗൻസ് ലോ, പി ആൻഡ് ക്യൂ. അപ്പൊ n ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓരോന്നിനും നെഗേഷൻ കൊടുത്തിട്ട് ആൻഡ് മാറി ഓർ ആകും, അത് അല്ലെങ്കിൽ ഓർ മാറി ആൻഡ് ആകും. യൂസ് ഡിമോർഗൻസ് ലോ ടു എക്സ്പ്രസ് ദ നെഗേഷൻസ് ഓഫ്. സെന്റൻസ് തന്നിട്ടുണ്ട്, ഡിമോർഗൻസ് ലോ ഉപയോഗിച്ച് ചെയ്യാൻ. മിഗ്വൽ ഹാസ് എ സെൽഫോൺ ആൻഡ് ഹി ഹാസ് എ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. അപ്പൊ അത് ഡിമോർഗൻസ് ലോ എങ്ങനെ എഴുതും? മിഗ്വൽ ഹാസ് എ സെൽഫോൺ, പി എന്ന് വിളിച്ചു. മിഗ്വൽ ഹാസ് എ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, ക്യൂ എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ സെന്റൻസ് എന്ന് വെച്ചാൽ ആൻഡ്, അപ്പൊ പി ആൻഡ് ക്യൂ ആണ് തന്നേക്കുന്നത്. അപ്പൊ ഡിമോർഗൻസ് ലോ വെച്ച് പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ വെച്ചാൽ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അപ്പൊ പിയുടെ നെഗേഷൻ മിഗ്വൽ ഡസ് നോട്ട് ഹാവ് എ സെൽഫോൺ ഓർ ഹി ഡസ് നോട്ട് ഹാവ് എ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഡിമോർഗൻസ് ലോ ഓറിന്റെ ചെയ്യാൻ, ഹേദർ വിൽ ഗോ ടു ദ കൺസേർട്ട് ഓർ സ്റ്റീവ് വിൽ ഗോ ടു ദ കൺസേർട്ട്. അപ്പൊ ഒരാൾ പി, ഒരാൾ ക്യൂ, പി ഓർ ക്യൂ ആണ്. അപ്പൊ ഡിമോർഗൻസ് ലോ വെച്ച് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അപ്പൊ എന്നാ പറയാം? ഹീതർ വിൽ നോട്ട് ഗോ ടു ദ കൺസേൺ ആൻഡ് സ്റ്റീവ് വിൽ നോട്ട് ഗോ ടു ദ കൺസേൺ. ഇനി നമ്മൾ ലോജിക്കലി ഈക്വലന്റ് എന്ന് പറയുന്ന കാര്യം ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വലിയത് തരുവാണെങ്കിൽ എപ്പോഴും വലിയ ട്രൂത്ത് ടേബിൾ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ലോജിക്കൽ ഇക്വലൻസ് ഉപയോഗിച്ചു, മുമ്പേ പറഞ്ഞ ലോസ് ഉപയോഗിച്ച്, 10 ലോസ് ഇല്ലേ, അത് കാണാൻ പഠിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ആ ലോസ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പൊ നോക്കി, ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ ലോജിക്കൽ ഇക്വലന്റ് ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അപ്പൊ നമ്മുടെ ലെഫ്റ്റിലുള്ള കാര്യം ആദ്യമേ എഴുതുന്നു. ഇനി നോക്കിയേ, ഈ നെഗേഷൻ ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പൊ എന്താ, ഡിമോർഗൻസ് ലോ വെച്ച് കൊടുക്കുമ്പോൾ നെഗേഷൻ പി ഓർ മാറ്റി ആൻഡ് ആകും നെഗേഷൻ ഓഫ് ഇത്. ഇനി എന്താ, വീണ്ടും ഡിമോർഗൻസ് ലോ എടുത്ത് ഇതകത്ത് കൊടുക്കും. അപ്പൊ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇനി നെഗേഷൻ ഡബിൾ നെഗേഷൻ ലോ വെച്ച് അത് പി എന്ന് വരും. ഓക്കെ, ഇനി എന്താ, ഇവിടെ ആൻഡ് ഇവിടെ ഓറും ആണ്. അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നെഗേഷൻ പി ആൻഡ് പി ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ഇനി ഇതെന്താണ്, ഇത് ഫോൾസ് ആണ്, ഇത് അതുപോലെ നമ്മൾ എഴുതി. ഇനി നമ്മുടെ ഐഡന്റിറ്റി ലോ പറയണമെങ്കിൽ ഈ ഫോൾസ് രണ്ടാമത് വരണം. അപ്പൊ ഇതിനെ തിരിച്ചെഴുതണമെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ വെച്ചിട്ട് തിരിച്ചെഴുതി, എന്നിട്ട് ഇത് ഐഡന്റിറ്റി ലോ വെച്ചിട്ട് ഇതെന്ന് കിട്ടി. അതാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ വേറെ ക്വസ്റ്റ്യനും എല്ലാം ഇതേപോലെ ചെയ്യണം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ലയോ 10 കാണാൻ പഠിക്കാൻ. നമ്മുടെ ലോസിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അതിലെ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനും ഞാൻ എല്ലാ റീസണും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ, അത് ടോട്ടോളജി ആണ്. എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ ട്രൂ എന്ന് കിട്ടണം. അതിനുവേണ്ടി ചെയ്തേക്കുന്നത് നോക്കിയേ, നമ്മൾ ഇംപ്ലൈസ് വരുമ്പോ ആ ഒന്നാമത്തെ അതാ ചെയ്യണ്ടേ, ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞ ആ സാധനം അത് വെച്ച് ഇങ്ങനെ എഴുതി. പിന്നെ ഓരോന്നും ഡിമോർഗൻസ് ലോ, അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുന്നു. ഓരോന്ന് നോക്കിക്കേ, മനസ്സിലായോ? ഇത് എഴുതിയതും ഈ റീസണും നോക്കണം. പരീക്ഷയ്ക്കാണെങ്കിൽ ഇത് എഴുതണം, അതിന്റെ റീസണും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി ഡ്യുവൽ എന്ന് പറഞ്ഞ സാധനം, ഡ്യുവൽ എന്ന് വെച്ചാൽ എന്താണ്? ഓർ ആൻഡ് നെഗേഷൻ വരുന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷനിലേ ഉള്ളൂ ഡ്യുവല്. അത് എഴുതുന്നതെന്ന് വെച്ചാൽ ഓറിന്റെ അവിടെ ആൻഡ് ആവും, ആൻഡിന്റെ അവിടെ ഓർ ആവും, ട്രൂവിന്റെ അവിടെ ഫോൾസ് ആവും, ഫോൾസിന്റെ അവിടെ ട്രൂ ആവും, നെഗേഷൻ അതേപോലെ ഇടും. ഇനി എസ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസിന്റെ ഡ്യുവലിനെ നമ്മൾ എസ് സ്റ്റാർ എന്ന് വിളിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പി ഓർ നെഗേഷൻ ക്യൂ, അപ്പൊ പി അതുപോലെ എഴുതി, ഓർ എന്താവും, ആൻഡ് ആവും, നെഗേഷൻ ക്യൂ അതേപോലെ എഴുതി. ഇനി ഇതെന്തുവാ, പി അതേപോലെ എഴുതി, ആൻഡ് ഓർ ആയി, ക്യൂ എഴുതി, ഓർ ആൻഡ് ആയി, ആർ എഴുതി, ഇതെന്തോ ആയി, ആൻഡ് ഓർ ആയി, ട്രൂ എന്തോ ആയി, ഫോൾസ് ആയി. ഇവിടെ നോക്കി, പി പി തന്നെ, ആൻഡ് ഓർ ആയി, നെഗേഷൻ ക്യൂ തന്നെ, ഓർ ആൻഡ് ആയി, ക്യൂ അതേപോലെ എഴുതി, ആൻഡ് ഓർ ആയി, ട്രൂ ഫോൾസ് ആയി. ചെയ്യാൻ 3 ക്വസ്റ്റ്യൻ. ഇനി നാൻഡും നോറും,
അതായത് ആൻഡിന്റെ നെഗേഷനെയാണ് നാൻഡ് എന്ന് വിളിക്കുന്നത്, ഓറിന്റെ നെഗേഷനെയാണ് നോർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൻഡ് ശരിയാവുന്ന എപ്പോഴാണ്? പി ആൻഡ് ക്യൂ ശരിയാവുന്നത് പിയും ക്യൂവും രണ്ട് ശരിയാണെങ്കിലേ ട്രൂ ആവത്തുള്ളൂ. അപ്പൊ അതിന്റെ നെഗേഷൻ എന്തോ? പിയും ക്യൂവും രണ്ടും ട്രൂ ആവുമ്പോ മാത്രമേ നാൻഡ് ഗേറ്റ് ഫോൾസ് ആകത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ആൻഡ് ട്രൂ ആകണമെങ്കിൽ എന്തോ പിയും ക്യൂവും രണ്ട് ശരിയാണ്. അപ്പം അതിന്റെ ഫോൾസ് നാൻഡ് ഫോൾസ് ആകണമെങ്കിൽ പിയും ക്യൂവും ട്രൂ ആയാലേ പറ്റത്തുള്ളൂ. ബാക്കി കേസിലെല്ലാം ട്രൂ ആ. നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നോറെന്ന് വെച്ചാൽ ഓർ ശരിയാകണമെങ്കിൽ എന്തോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. അപ്പൊ ഫോൾസ് ആവുന്ന എന്തോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ ഫോൾസ് ആവും. രണ്ടും ഫോൾസ് ആവുമ്പോൾ മാത്രമേ ഇത് ട്രൂ ആകത്തുള്ളൂ. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നാൻഡിന്റെ നോറിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. പി ക്യൂ എന്താ പി ആൻഡ് ക്യൂവിന്റെ പിന്നെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ അങ്ങനെ വരച്ചാൽ മതി. ഓക്കെ.